പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു 3 പേരും. അത് കഴിഞ്ഞ് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങളുള്ളതെന്ന് ഷെയർ ചെയ്തു. ഡില്ലേ ഒരു സാക്ഷ്യം പോലെ ഇങ്ങനെ പറഞ്ഞു. ഡില്ലയുടെ അസൈൻമെൻറ്റിൻ്റെ സമയത്ത് പുള്ളിക്കാരത്തി PhD ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടായ സമയത്ത് മമ്മിയെ വിളിച്ചിങ്ങനെ സങ്കടം പറയും. എഴുതാൻ പറ്റാത്ത സമയത്ത് വിളിച്ച് പറയുന്നത് മമ്മി ഒരു പ്രയർ ഇതിലേക്ക് കൊടുത്തു, പരിശുദ്ധാത്മാവിനുള്ള പ്രയർ. അതിനകത്ത് വിസ്ഡത്തിനെ പറ്റിയും ഉണ്ടായിരുന്നു പ്രാർത്ഥന. അങ്ങനെ അത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്തപ്പോഴത്തേക്കും ഡില്ലേക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അതവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. റിനു ഷെയർ ചെയ്തത്, റിനുവിൻ്റെ കോളേജിൻ്റെ സമയത്ത് മണിക്കൂറുകളോളം ഇരുന്ന് പേഴ്സണൽ പ്രയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അന്നേരം മനസ്സിൽ തമ്പുരാൻ്റെ ആനന്ദം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞ് നമ്മൾ ഫാമിലി ലൈഫ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയും നേരം തമ്പുരാൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും പേഴ്സണലായിട്ട് പ്രയർ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയായിരുന്നു. ഞാൻ ബ്രദർ അന്ന് പറഞ്ഞതുപോലെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതെനിക്ക് അന്നേരം വിവിഡായിട്ട് തോന്നിയിരുന്നില്ല, അത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥന വായിക്കുന്നത് നിർത്തിയായിരുന്നു, വിസ്ഡം ചാപ്റ്റർ 9. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്തോരം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത് അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് 3 പേരും ഇത് ഞങ്ങളെ 3 പേരെ അഫക്റ്റ് ചെയ്ത ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ബ്രദർ എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളത്, അതിൻ്റെ ഇഫക്റ്റ് എന്തോരം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന 1-2 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണെന്നുള്ളത് ഞങ്ങൾക്ക് 3 പേർക്കും അതൊരു ബോധ്യമായിട്ട് ഫീൽ ചെയ്തു. 3 പേർക്കും. Okay, next please.